ഹൗസ് വാമിങ്ങിന് ഗേറ്റ് ഉണ്ടായിരുന്നാ? ബൈ. അമ്മ എന്താ വിശേഷം? പാത്രം കഴുകൽ പണിയാ? സാധാരണ വൈബ് തേടിയൊക്കെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകില്ല, ടൂറായിട്ടൊക്കെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസമൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഈ വീട് തന്നെ ഒരു ഭയങ്കര വൈബാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് എങ്ങോട്ടും പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ ഒരു ഹോം ടൂറാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ സൺഡേ ആയിരുന്നു ഇവിടെ ഹൗസ് വാമിങ് നടന്നിരുന്നത്. അപ്പം അത്യധികം നല്ല റഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു 5 days ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോഴും ഇവിടെ ഒന്നും സെറ്റായിട്ടൊന്നുമില്ല കാര്യമായിട്ട്. അവളിപ്പോഴും ബിസിയിൽ തന്നെയാണ്. പക്ഷേ ഞാൻ ഇനിയും ഇപ്പോൾ വൈകി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് തുടക്കം മുതലൊന്ന് കാണാം. ഇതിപ്പോൾ നമ്മളൊരു റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ആസ്വദിക്കാൻ പറ്റുക, ആ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റുക, അതിനേക്കാളൊക്കെ 2 ഇരട്ടി ആസ്വദിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനിപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഈ ഒരു വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് വരേണ്ട വരും. അപ്പോൾ നമുക്ക് ഈ ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പൊയ്യപ്പറമ്പിൽ ഹൗസ് കണ്ട. ഈ ഒരു വൈബ് കാണുമ്പോൾ തന്നെ ഏകദേശം അറിയാൻ പറ്റുന്നില്ല നാലുകെട്ടിൻ്റെ ആ ഒരു ഭംഗിയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഗേറ്റ്. ഇവിടെ നമുക്കിങ്ങനെ ഗേറ്റ് തുറന്ന് നേരെ ഇങ്ങനെ കാണുന്നത് നല്ല വിശാലമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മുറ്റമാണ്. സൂപ്പറായിട്ടുള്ളൊരു മുറ്റം, ഒന്നും പറയാനില്ല. ഇവിടെ ഇഷ്ടം പോലെ ഓടിക്കളിക്കാൻ ചാടിക്കളിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് ആദ്യം വീടിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണിക്കുമോനെ. ഈ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ നേരെ നമ്മളിപ്പോൾ ഈ ഗേറ്റ് വന്നിരിക്കുന്നത് ഗേറ്റ് വീടിൻ്റെ സൈഡിലായിട്ടാണ് കണ്ടോ, വീടിൻ്റെ സൈഡിൽ. അപ്പോൾ ഈ ഒരു വൈബ് തന്നെ സെറ്റല്ലേ. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ എന്താ തുറന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിങ്ങനെ നമുക്ക് ഈ ഒരു വൈബ് പിടിക്കാനായിട്ട് ഈ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നാലുകെട്ടിൻ്റെ പ്രധാന ആകർഷണീയത നമ്മുടെ ഈ സിറ്റ് ഔട്ട്, അതിവിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട്. സൂപ്പറല്ലേ, അടിപൊളിയായിട്ട് ഉള്ളൊരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട്. നമ്മളകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ നല്ല വായുസഞ്ചാരവും വെളിച്ചമൊക്കെ ആയിട്ടുള്ളൊരു നടുമുറ്റവും, ഇവിടെ ഹാളിൽ നമ്മളിരിക്കാനുള്ളൊരു ഫെസിലിറ്റി. അത് കഴിഞ്ഞ് ഇവിടുന്ന് 2 സൈഡുകളിലായിട്ട് 2 ബെഡ്റൂം. ഈ ബെഡ്റൂമുകളൊന്നും സെറ്റാക്കിയിട്ടില്ല കേട്ടോ, അവർക്ക് ഫർണിച്ചറുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വാഷ്റൂമാണ്. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലൊരു ബെഡ്റൂം. ഇതിലൊന്നും സെറ്റാക്കിയിട്ടില്ല, നമ്മുടെ പണികളൊക്കെ പതിയെ നടന്നു വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ വാഷ്റൂം കാണിച്ചത് ആണ് എൻ്റെ വാഷ്റൂം. നല്ല 4 കെട്ടിന് മാച്ചാവുന്ന രീതിയിലുള്ള വാഷ്റൂമാണിത്. പിന്നെ നമുക്ക് ഈ ഹാളിൽ തന്നെ സൈഡിലായിട്ടൊരു പ്രൈവസി ഏരിയ, ഇവിടെ ഇരുന്ന് ബുക്കൊക്കെ വായിക്കാനും റിലാക്സ് ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട്. ഈ ഒരു വിൻഡോ ഒക്കെ ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ പാടത്തിലൂടെ കിട്ടുന്ന നല്ല കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരുന്ന് റിലാക്സ് ആയിട്ട് ബുക്കൊക്കെ വായിക്കാം. സംഭവം എന്തായാലും ഒരു വൈബ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അടിച്ചു വരുന്ന ഒരാളെ കാണാം. അവള് ഞാൻ കുറേ നേരമായിട്ട് ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ട് നീ ഒരു ഹായൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. അവൾക്ക് ഈ വീട് ക്ലീൻ ആവാത്തതിൻ്റെ കാരണം കൊണ്ടുള്ളൊരു ടെൻഷൻ കൊണ്ട് നിൽക്കുന്നതാണ്, വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇതിവിടെ വലിയൊരു വാഷ്റൂം. ട്രൈ ചെയ്യാം, കട്ടിയിടാൻ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം. അത് കഴിഞ്ഞ് ഇവിടെ വീടിൻ്റെ ഒരു ഓണർ ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഒന്നും സെറ്റാക്കിയിട്ടില്ല കേട്ടോ. ഇത് വേറൊരു ബെഡ്റൂം. അങ്ങനെ മൊത്തത്തിൽ 3 ബെഡ്റൂമാണ് ഒരു വീട്ടിൽ പ്രധാനമായിട്ടുള്ളൊരു സ്ഥലം. നമ്മുടെ പൂജാമുറി ഇതിങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണോടി? ആ ഓക്കെ. ഇവിടെ ഇതിനകത്ത് ഒരു
ഒരു സ്റ്റോർ റൂം പോലെ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റൂം. നമ്മുടെ കിച്ചണൊന്നും സെറ്റാക്കിയിട്ടില്ല. ഇവിടെ ഗസ്റ്റുകളും വരുന്നതുകൊണ്ട് ഇത് വിറക് കൊണ്ട് കത്തിക്കാൻ പറ്റിയൊരു അടുക്കള. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഡൈനിങ്ങിൻ്റെ ആ സ്പേസിനോട് ചേർന്നിട്ടല്ല ഇവിടെ വാഷ് ബേസിൻ ഇരിക്കുന്നത്. നമ്മളിത് പുറത്ത് കണ്ടോ സെറ്റാക്കിയിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം ഇത് ആൾ ഇൻറ്റീരിയർ ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം വളരെ പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കാണാൻ പോകുന്നത്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ നാലുകെട്ടിനോട് ചേർന്ന് ഉള്ള ഒരു കുളം ഉണ്ടോ, ഓടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട്. ഞാനിത് ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു, ആ സമയത്താണ് ഷൂട്ട് ചെയ്തത്. ഇവിടെ ഒരു മറയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, കുളി കഴിഞ്ഞ് മാറ്റാനൊക്കെ ആയിട്ട്. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇതൊക്കെ ഇങ്ങനെ കുളമൊക്കെ കെട്ടി. ഇതിനകത്ത് ഇവർ ഈ വീടിൻ്റെ സ്ഥലത്തേക്ക് മണ്ണ് നികത്താൻ വേണ്ടിയിട്ട് മണ്ണ് എടുത്തെടുത്ത് ഇവിടെ അങ്ങനെ ഒരു കുറേ മണ്ണെടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമായി. അങ്ങനെ അതിന് കുളമാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ട് കുളം ആക്കിയതാണ്. അപ്പോൾ ടോട്ടൽ ഒരു 1 ഏക്കറിൽ കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ്, എൻ്റെ സ്വപ്നഭവനം. ഇവിടെ ഒരു പട്ടിക്കൂടം കൂടെ വെച്ചിട്ടുണ്ട്, ഞാനത് അപ്പോഴേ എടുക്കാൻ വിട്ടുപോയി. സ്ഥലത്തിൻ്റെ വൈബ് ശരിക്കും മനസ്സിലായല്ലോ. ഇവിടെ എൻ്റെ കുട്ടി കിടക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ലേ അവന് എത്രമാത്രം അത് ആസ്വദിക്കുന്നുണ്ടെന്ന്. പിന്നെ ഇവിടെ നീളത്തിൽ 2 സൈഡിലായിട്ട് നല്ല വരാന്ത, അടിപൊളിയായിട്ടുള്ള വരാന്ത. ഞാൻ ഇങ്ങനെ കൂടുതലായിട്ട് അടിപൊളിയെന്ന് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള എന്ത് സംഭവമാണെങ്കിലും ഞാൻ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഈ സൈഡിലും ഇത്രയും ഏരിയയിൽ വരാന്ത. ഇവിടെ ഒന്നും പണി ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത് കേട്ടോ. ഈ വീട്ടിലേക്ക് കാറ്റും വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഒഴിഞ്ഞിങ്ങനെ കിടക്കുന്ന കുറേ പാടങ്ങളുള്ളൊരു സ്ഥലത്തിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഈ വീട്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും അടിപൊളി വൈബ്. ഈ വീടിൻ്റെ ഗൃഹനാഥ നല്ല തിരക്കിലാണ്. അപ്പോൾ അവളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, അവൾ ക്യാമറയിൽ വരാത്തത് അതുകൊണ്ടാണ്. അവിടെ നല്ല തിരക്കിലാണ്, അവൾക്ക് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സി യു, താങ്ക് യു, നമസ്കാരം.